നിങ്ങളുടെ ജീവിതത്തിന്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകും. നുണ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആനന്ദം അധികകാലം നിലനിൽക്കില്ല. നിങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും വിലമതിക്കുകയും ചെയ്യാത്ത ആളുകൾക്കായി നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസാധാരണമായ ഒരു സാഹചര്യത്തോടുള്ള അസാധാരണമായ പ്രതികരണം ഒരു സാധാരണ സ്വഭാവം ആണ്. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. ഒരു വിദ്യാർത്ഥി എന്നാൽ നിങ്ങൾ നിറയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു പാത്രമല്ല, മറിച്ച് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു വിളക്കാണ്. ഇത്ര ചെറുതായി ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉന്മേഷഭരിതമായ ചലനത്തിനുള്ള പ്രപഞ്ചത്തിന്റെ അതിപ്രധാന ഭാഗമാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിന്റെ പേരിലായാലും അത് നിങ്ങളെത്തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒരാളിലേക്കുള്ള വഴി ഭൂമിയിൽ അല്ല, വഴി ഹൃദയത്തിലാണ്. ഉറച്ച പാറ കൊടുങ്കാറ്റിൽ കുലുങ്ങാത്തതുപോലെ ജ്ഞാനികളെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ ബാധിക്കില്ല. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ്. ആലങ്കാരികമായി മനസ്സിലാക്കിയാൽ എല്ലാം ഒന്നുതന്നെയാണ്. എന്നാൽ അത് വ്യക്തികളുടെ ഭാവനയിൽ കുടുങ്ങി അവയെ വസ്തുതകളായി വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ തമ്മിൽ ദീർഘകാലം പിണങ്ങിയിരിക്കുക എന്നത് അസാധ്യമാണ്. 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന പിണക്കമാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ആത്മാർത്ഥമായ സ്നേഹം നിലനിൽക്കുന്നില്ല എന്നാണ്. ഒന്നിലധികം തവണ വായിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു കാര്യത്തെ ഉറച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത 50% കൂടുതലാണ്. ചെറിയ അവസരങ്ങൾ പലപ്പോഴും വലിയ സംരംഭങ്ങളുടെ തുടക്കമാണ്. നാമെല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെത്തന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സ്നേഹിക്കുന്നവർ ഒടുവിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നില്ല. അവർ എല്ലാവരും പരസ്പരം ഉണ്ട്. ഒരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായവ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലത്തെ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ്. നിങ്ങൾക്കുണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരും. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ 2 കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിന്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ആരോടും ഒന്നും പറയാതിരിക്കാൻ പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമാനായ ഒരു വിമർശകനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിധിയിലേക്കുള്ള വഴികാട്ടിയെപ്പോലെ അവനെ പിന്തുടരുക. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല, വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. നമുക്ക് ഒരേ സമയം 2 പേരെ സ്നേഹിക്കാം, എന്നാൽ ഒരിക്കലും ഒരേ തീവ്രതയിൽ സ്നേഹിക്കാൻ കഴിയില്ല. മറ്റൊരു ലക്ഷ്യം സജ്ജീകരിക്കാനോ ഒരു പുതിയ സ്വപ്നം കാണാനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമില്ല. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാറുണ്ടെന്നതാണ് സത്യം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ വലിയ നിരാശയിലേക്ക് നയിക്കും. കാൽപ്പനിക പ്രണയം സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ്. അവർ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിൽ ആകാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം, ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. എഴുന്നേറ്റു നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായി ഇരുന്ന് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സാധാരണക്കാരെ അസാധാരണമായ ഒരു വിധിക്കായി ഒരുക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ചതിനെ അമിതമായി വിലയിരുത്തരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല.
ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാനാവില്ല എന്നാണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയിക്കാൻ പൂർണ്ണമായും ഒരു സൂത്രവാക്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. എന്നാൽ തോൽക്കാൻ ഒറ്റ സൂത്രവാക്യം അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. കാലം എന്നെങ്കിലും ഒരുനാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. അറിവിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളിലൂടെയാണ്. നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ലാത്ത ഒരു വിഷയത്തിനും അർത്ഥമില്ലെന്ന് ഓർക്കുക. ഏത് വിഷയത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കുക. നിങ്ങൾ സത്യം പറയുമ്പോൾ അത് നിങ്ങളുടെ ഭൂതകാലം ആകും. എന്നാൽ നിങ്ങൾ നുണ പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാവിയുടെ ഭാഗമാകും. മനസ്സിനെ സങ്കൽപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നമുക്ക് നേടാനും ആകും. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്തെന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിയാതെ പോവുക എന്നതാണ്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. മദ്യപിച്ച അടിമയുടെ കയ്യിലെ വാൾ അധാർമികനായ ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള ശസ്ത്രത്തേക്കാൾ സുരക്ഷിതമാണ്. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ 2 ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്നുകിൽ ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചതിനെ അമിതമായി വിലയിരുത്തരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ ഉള്ളവർ ശത്രുക്കളാണ്. രാത്രിയിൽ ഒരു കള്ളനെപ്പോലെ മരണം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവന് മോഷ്ടിക്കാൻ ഒന്നും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായും ജീവിതം നയിക്കുക. മനസ്സിലാക്കുക എന്നതാണ് സർവ്വപ്രധാനം. ഏതൊരു വിഡ്ഢിയും അത് തിരിച്ചറിയേണ്ടതുണ്ട്. സുഹൃത്തുക്കൾ അങ്ങനാ. ചിലപ്പോൾ തമ്മിലടിക്കും, ചിലപ്പോൾ സ്നേഹിക്കും. എന്തായാലും സന്തോഷമായാലും ബുദ്ധിമുട്ടായാലും അവരുണ്ടാകും. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിനാൽ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. പരമമായ സമ്പത്ത് വിജ്ഞാനമാണ്. രണ്ടാമത്തേത് കുട്ടികളാണ്. ഏറ്റവും താഴ്ന്ന സമ്പത്ത് ഭൗതിക സമ്പത്താണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്ന് കൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. ഒരു അമ്മ തൻ്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാത്ത സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. നാളെ എന്നത് മടിയന്മാർക്ക് പണിയെടുക്കാൻ മാറ്റിവെച്ച ദിവസമാണ്. മൗനമായി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് അവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.